ഈ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറൂഖിലെ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു എന്ന ആശ്വാസകരമായ വാർത്ത ജലീൽ കണ്ണമംഗലം അവിടെ ജിദ്ദയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ ഒരു സഹായ സഹകരണ സംഘം ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആലിങ്കൽ മുഹമ്മദാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ എന്തായാലും ഈ സംഘം നിയമ പോരാട്ടം നടത്തി റഹീമിനെ മോചിപ്പിച്ചെടുക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇരുഭാഗത്തിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ കോടതി സ്വീകരിക്കുമെന്നാണ് ജിദ്ദയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നലെ കോടതി തുറന്നപ്പോൾ തന്നെ അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിലെത്തിയിരുന്നു. അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം റെഡിയാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഓൺലൈൻ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അപേക്ഷ കോടതി സ്വീകരിച്ചതായി വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തുവൂരും പറഞ്ഞു. ഈ വിഷയത്തിൽ ഇനി കോടതി ഇരുവിഭാഗത്തെയും കേൾക്കും. ദിയാധനം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ ഇരു കക്ഷികളും ഒപ്പുവെക്കുന്ന കരാർ ആഭ്യന്തര മന്ത്രാലയം വഴി കോടതിയിലെത്തിയാൽ കോടതി തുടർ നടപടികളിലേക്ക് കടക്കും. അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും. അതേസമയം 34 കോടി രൂപ നാട്ടിൽ നിന്ന് സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിൽ ഫണ്ട് എത്തിച്ച് സൗദി കുടുംബത്തിന് കൈമാറാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.